ഇന്നത്തെ വഴിവിളക്ക് 2209 വഴിവിളക്ക് പറയുന്നത് എന്താ വെച്ചാൽ പശ്ചാത്താപം പടച്ചവനേറെ പ്രിയങ്കരം എന്നതാണ് ഹെഡിങ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയുടെ ഒരു വചനം അവിടെ നൽകുന്നുണ്ട്. ഇമാം മുസ്ലിം ഉദ്ധരിക്കുന്ന, നിങ്ങളിൽ ഒരാളുടെ കളഞ്ഞുപോയ ഒരു സാധനം തിരികെ കാണുമ്പോൾ അവനുണ്ടാകുന്ന സന്തോഷത്തേക്കാൾ നിങ്ങളിൽ ഒരാളുടെ തൗബ കൊണ്ട് അള്ളാഹുവിന് അങ്ങേയറ്റത്തെ സന്തോഷമാണ് എന്നതാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. അതെ, ഇംഗ്ലീഷിൽ റെപ്പൻറ്റൻസ് മോസ്റ്റ് ബിലൗഡ് ടു ദ ക്രിയേറ്റർ. ഹദീസ് ഇങ്ങനെയാണ്, അള്ളാഹ് ഈസ് മോർ പ്ലീസ്ഡ് വിത്ത് ദ റെപ്പൻറ്റൻസ് ഓഫ് ഹിസ് സെർവൻറ്റ് വെൻ ഹി ടേൺസ് ടുവേർഡ്സ് ഹിം ദാൻ വൺ ഓഫ് യു വുഡ് ബി ഓൺ ഫൈൻഡിങ് ദ ലോസ്റ്റ് ക്യാമൽ എന്നതാണ് ഇന്നത്തെ വഴിവിളക്കിൻ്റെ മലയാളവും ഇംഗ്ലീഷും. ബാക്കി ഓരോ ഭാഷകളുമുണ്ട്. ഇതെല്ലാം നമ്മൾ അത്തരം ആളുകളിലേക്ക് എത്തിക്കുന്നു എന്നത് ആദ്യം ഒന്ന് ചിന്തിക്കുക. അതെ, ഓക്കെ, ദെൻ വലിയൊരു പരിശ്രമമാണ് അതിൻ്റെ പിന്നിലുള്ളത്. ഓക്കെ, ഇന്നത്തെ വഴിവിളക്കിൻ്റെ വിഷയത്തിലേക്ക് വരുമ്പോൾ എന്താണ് മുഹസിൻ അതിൽ നമുക്ക് സൂചിപ്പിച്ചു വെക്കാനുള്ളത്? അവിടെ നമുക്ക് ഹൈലൈറ്റ് ആയിട്ട് പറയാനുള്ളത് ഒന്നാമത് പശ്ചാത്താപമാണ്. നമ്മൾ പശ്ചാത്താപത്തിനെ പറ്റി, തൗബയെ പറ്റി ധാരാളം ഹദീസുകളും അതിൻ്റെ പ്രാധാന്യമൊക്കെ നമ്മൾ കുറേ കേട്ടിട്ടുണ്ട്. അപ്പോൾ അറിഞ്ഞും അറിയാതെയും ഒക്കെ ധാരാളം തെറ്റുകൾ ചെയ്യുന്ന ആളുകളാണ് നമ്മൾ മനുഷ്യരോരോരുത്തരും. മനുഷ്യനാണ്, സ്വാഭാവികമായിട്ട് തെറ്റുകൾ ഉണ്ടാവും. പക്ഷേ അതിൽ നിന്ന് അത് മനുഷ്യനെ വേർതിരിക്കുന്നത്, അതായത് ഒരു മഹത്വപ്പെടുത്തുന്നത് അവൻ്റെ തൗബയാണ്. ആ തെറ്റ് ചെയ്യുന്നവരിൽ ഏറ്റവും ഉത്കൃഷ്ടരായിട്ടുള്ളത് തൗബ ചെയ്യുന്നവരാണ് എന്ന് പ്രവാചക വചനത്തിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും ആ പ്രവാചക വചനം നമുക്ക് ഇങ്ങനെ വായിക്കാമല്ലേ, കുല്ലു ബനി ആദം ഖത്താഊൻ. യെസ്, അതെ. അപ്പോൾ ആ ഒരു ഹദീസ് കൃത്യമായി നമ്മുടെ ഓർമ്മയിൽ ഉണ്ടാവണം. തെറ്റുകൾ പറ്റാം എന്ന് കരുതിയ തെറ്റുകൾക്കല്ല ലൈസൻസ് അല്ല ആ വാചകം. അതെ, അതാണ് ആദ്യം പറഞ്ഞത്. നമ്മൾ അറിഞ്ഞോ അറിയാതെയും മനുഷ്യർ തെറ്റുകൾ സംഭവിക്കാം. അപ്പോൾ അറിയാതെ നമ്മുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്ന തെറ്റുകൾ, അതിനൊക്കെ അറിഞ്ഞുണ്ടാവുന്നത് തന്നെയാണ്. അപ്പോൾ അതിനൊക്കെ ഉള്ളൊരു പശ്ചാത്താപം നമ്മൾ സ്വീകരിക്കുകയാണെങ്കിൽ അവനാണ് ഏറ്റവും ഉത്തമൻ എന്നാണ് പഠിപ്പിച്ചിട്ടുള്ളത്. വളരെ വേഗം ആ തെറ്റിൽ നിന്ന് മടങ്ങുക, അതെ, മടങ്ങുക എന്നതാണ് നമ്മുടെ ഒരു ശ്രേഷ്ഠത എന്ന് പറയുന്നത്. അവിടെ അള്ളാഹുവിന് അത്രയും സന്തോഷമുണ്ടെന്ന് പറയുമ്പോൾ, ഇപ്പോൾ നമ്മൾ ഇതിനു മുമ്പ് നമ്മൾ ഒരു ഹദീസ് കേട്ടിട്ടുണ്ടാവും. അതായത് ഒരു വ്യക്തി, ഒരു ആട്ടിടയനോ ഒട്ടകം മേയ്ക്കുന്ന ആളോ, അയാൾ ഒട്ടകത്തെ മേയിച്ചുകൊണ്ട് നടക്കുന്ന സമയത്ത് പെട്ടെന്ന് ഉറങ്ങിപ്പോവുകയും പിന്നീട് അവൻ്റെ ഒട്ടകത്തെ കാണാതാവുകയും അതിൽ അയാൾ ഭയങ്കര സങ്കടപ്പെടുന്നുണ്ട്. പിന്നീട് കുറച്ച് സമയം കഴിഞ്ഞിട്ട് ആ ഒട്ടകപ്പുറത്താണ് ഇദ്ദേഹത്തിനുള്ള വിഭവങ്ങളൊക്കെ ഉള്ളത്. അതെ, അപ്പോൾ സ്വാഭാവികമായിട്ടും മരുഭൂമിയിൽ ഒറ്റപ്പെട്ടു പോകുമ്പോൾ അതെ, ശരി, നഷ്ടപ്പെടുമ്പോൾ വലിയ ആശങ്കയാണ് ഉണ്ടാവുക. അതെ, ശരിയാണ്. അപ്പോൾ ആ ഒട്ടകത്തെ തിരിച്ചു കിട്ടുമ്പോൾ അദ്ദേഹത്തിന് വളരെ വലിയ സന്തോഷമായിരിക്കും ഉണ്ടാവുക. എന്നിട്ട് ആ സന്തോഷം കാരണം അവന് പറയുന്നുണ്ടല്ലോ, അതായത് മാറി പറയുന്നതാണ്, അള്ളാഹുവേ ഞാൻ നിൻ്റെ റബ്ബും നീ എൻ്റെ അടിമയുമാണ് എന്ന് മാറി പറയുന്നുണ്ട്. സന്തോഷത്തിന്റെ ആധിക്യം കൊണ്ട്. അതെ, അതിനേക്കാൾ സന്തോഷമായിരിക്കും ആർക്ക്? അള്ളാഹുവിന് നമ്മൾ അള്ളാഹുവിലേക്ക് തൗബ ചെയ്ത് മടങ്ങുമ്പോൾ എന്നാണ് പ്രവാചകം ഈ ഒരു ഹദീസിൽ നമ്മോട് പഠിപ്പിക്കുന്നത്. തീർച്ചയായിട്ടും. അപ്പോൾ അതത്രയും വളരെ നല്ലൊരു ഗൗരവമേറിയൊരു കാര്യമാണ് പശ്ചാത്താപിച്ച് മടങ്ങൽ എന്ന് നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കണം. മാത്രമല്ല അള്ളാഹുവിൻ്റെ അസ്മാഉൽ ഹുസ്നയിൽ അല്ലെ, അൽ ഗഫൂറും അത്തവ്വാബും, അതെ, ഓക്കെ, ആ നിലക്ക് അള്ളാഹുവിനോട് കൂടുതൽ തൗബ ചെയ്യാൻ, ഇസ്തിഗ്ഫാറുകൾ വർദ്ധിപ്പിക്കാൻ ഒക്കെ തന്നെയാണല്ലോ നമ്മൾ മനസ്സിലാക്കുന്നത്. അതെ, അത് അള്ളാഹു ഏതൊരു തെറ്റും നമുക്ക് പുറത്തു തരുന്നുള്ളതാണ്. അതാണ് അള്ളാഹുവിൻ്റെ വലിയൊരു കാരുണ്യാണത്. പൊറുക്കപ്പെടാത്തൊരു പാപവും ഇല്ല. നമ്മൾ ആത്മാർത്ഥമായി റബ്ബിലേക്ക് മടങ്ങുകയാണെങ്കിൽ ശിർക്കടക്കം അതെ തൗബ ചെയ്താൽ അത് പുറത്തു തരും അള്ളാഹു. നമ്മൾ രാവിലെ അള്ളാഹു നമ്മെ കാത്തിരിക്കുകയാണ്. അതായത് നമ്മൾ രാത്രി ചെയ്ത തെറ്റുകളൊക്കെ പുറത്തു തരാൻ വേണ്ടിയിട്ട് അള്ളാഹു രാവിലെ കാത്തിരിക്കണം, ആരെങ്കിലും എന്നോട് പാപമോചനം തേടുന്നുണ്ടോ എന്ന് നോക്കിയിട്ട്. അതുപോലെ രാത്രി വൈകുന്നേര സമയത്തും അള്ളാഹു നമ്മെ കാത്തിരിക്കുകയാണ്, പകൽ സമയത്ത് ആരെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവൻ പുറത്ത് ചോദിക്കുന്നുണ്ടോ എന്നുള്ളത്. അപ്പോൾ അള്ളാഹു നമ്മെ കാത്തിരിക്കുകയാണ്. അതെ അതെ. പിന്നെ ഈ തൗബ ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും അതിൻ്റെ നിബന്ധനകൾ പണ്ഡിതന്മാർ പഠിപ്പിക്കുന്നുണ്ടല്ലോ. നമ്മൾ ആ ഒരു തെറ്റിൽ നിന്ന് പൂർണ്ണമായും മാറി നിന്നുകൊണ്ടായിരിക്കണം തൗബ ചെയ്യേണ്ടത്. നമ്മൾ അതിൽ തന്നെ നിലകൊള്ളുന്നു, തൗബ അങ്ങനെ ചെയ്യുന്നു, വീണ്ടും അതിൽ കാര്യമില്ല. അവിടെ എന്താ വെച്ചാൽ ആ ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഇപ്പോൾ ഒരാൾ നിരന്തരമായി അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുകയാണ്, അള്ളാഹുവേ എൻ്റെ തെറ്റുകൾ പുറത്തു തരണേ, എനിക്ക് അത് തരണേ ഇത് തരണേ എന്ന് നമ്മളിങ്ങനെ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു.
മറുഭാഗത്ത് അതേ സമയത്ത് മറുഭാഗത്ത് നമ്മുടെ ജീവിതത്തിലേക്ക് ഹറാമുകൾ ഇങ്ങനെ കടന്നു വരുമ്പോൾ അവിടെ നമ്മുടെ ഈ ഒരു പ്രാർത്ഥനയ്ക്ക് അല്ലാഹു ഉത്തരം നൽകൂല എന്ന് മാത്രമല്ല, നമ്മുടെ ഹൃദയം വളരെയധികം കടുത്തു പോകും എന്ന് പ്രവാചകൻ പഠിപ്പിച്ചിട്ടുണ്ട്. ഹൃദയം കടുത്തു പോകുക എന്ന് പറയുന്നത് ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ അവൻ്റെ നാശത്തിൻ്റെ തുടക്കമാണെന്നാണ് പ്രവാചകൻ പഠിപ്പിച്ചത്. അപ്പോൾ അത് വളരെ ഗൗരവം പിടിച്ചൊരു കാര്യമാണ്. അതെ അതെ. അപ്പോൾ അങ്ങനെ അതിൽ നിന്ന് പൂർണ്ണമായി മാറി നിൽക്കുക. മറ്റൊന്ന്, ആ ചെയ്ത തെറ്റിനെ കുറിച്ച് നമുക്ക് മനസ്സിൽ ആത്മാർത്ഥമായി ഖേദമുണ്ടാവുക, അല്ലേ? വല്ലാത്തൊരു വേദനയും സങ്കടവും ഇനി ഒരിക്കലും അതിലേക്ക് മടങ്ങില്ല ഒക്കെ ഉണ്ടാവുക. അവൻ ആ തെറ്റിനെ ആലോചിച്ചിട്ട് അവൻ കരയുന്നുണ്ടെങ്കിൽ അതന്നെ തൗബയാണെന്ന് പഠിപ്പിച്ചിട്ടുണ്ട്. അതെ. അപ്പോൾ ആ നിലക്ക് തൗബയുടേതായ ആ നിബന്ധനകളൊക്കെ കൃത്യമായി പാലിച്ചുകൊണ്ട് തൗബ വർദ്ധിപ്പിക്കുക, ഇസ്തിഗ്ഫാർ വർദ്ധിപ്പിക്കുക എന്നത് വളരെ പ്രധാനമാണ്. എന്തായാലും നമ്മുടെ ശ്രോതാക്കൾ ഇന്നത്തെ ഈ ഒരു ചിന്തയെ, ഈ ഒരു സന്ദേശത്തെ കൃത്യമായി ഉൾക്കൊണ്ടിട്ടുണ്ടാകും എന്ന് പ്രതീക്ഷയാണ്. നമ്മളുമൊക്കെ ആ ഒരു ചിന്തയെ ആത്മാർത്ഥമായി തന്നെ ഏറ്റെടുക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് സംഭവിച്ചു പോയിട്ടുള്ള വീഴ്ചകളൊക്കെ പുറത്തു നിന്ന് മാപ്പാക്കി തരുമാറാവട്ടെ. ആമീൻ.